ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു ഈസി തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അതിന് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ചെറിയ സവോള, 2 വലിയ പഴുത്ത തക്കാളി, ഇത്രയും സാധനങ്ങളാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകിൻ്റെ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, കാരണം നമ്മൾ ഈ ചട്നി അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കടുക് ആഡ് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് വെളുത്തുള്ളിയും കറിവേപ്പിലയും സവോളയും ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണയിലേക്ക്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിനായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർക്കണം കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇതിനെ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്ക് 2-3 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം അത് ഏകദേശം എൻ്റെ സ്കിൻ അതിൽ നിന്ന് വിട്ടുപോരും. അതാണ് നമ്മുടെ പാകം. ഭയങ്കരമായിട്ട് വെന്ത് പോകുന്നു വേണ്ട. ഇനി നമുക്കിതിനെ ആറാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി, ഉത്തപ്പം, ആലു പൊറോട്ട, ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ചട്നി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.